ഇനിയും ഹിജുവിന്റെ അമ്മയും കൂടി സംസാരിക്കുകയാണ്. ഇനി ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഹിജുവിന്റെ സ്ഥാനമൊക്കെ തട്ടിയെടുക്കുവാനായിട്ടാണോ എന്ന രീതിക്കൊക്കെ അമ്മ സംസാരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെയല്ല തന്റെ ഉദ്ദേശം എന്ന രീതിക്കൊക്കെ ഇനിയും മറുപടി കൊടുക്കുന്നു. സയോണും ഹീജോയും തമ്മിലുള്ള വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് 3 വർഷമായിരിക്കുന്നു. മാത്രമല്ല അവർ നല്ല രീതിക്ക് തന്നെ അടുപ്പത്തിലാണ്. അതുകൊണ്ട് തന്നെ നിനക്കൊരിക്കലും അവരെ പിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ അമ്മയും പറയുകയാണ്. സയോണിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ഹീജു മനസ്സിലാക്കുകയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കുമോ റിയാക്ട് ചെയ്യുക എന്നൊക്കെ ഇനിയും ചോദിക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് വിവാഹത്തിന് മുമ്പ് ആരോ ഒരാൾ ഒരു കവറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ വായിച്ചതിന് ശേഷമായിരുന്നു അവളും വിവാഹമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു കാര്യം എല്ലാം തന്നെ എനിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഹീജുവിന്റെ അമ്മയായിരിക്കുമെന്നായിരുന്നു അവൾ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ മാത്രമാണ് അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവുമില്ല എന്ന സത്യമൊക്കെ അവളും മനസ്സിലാക്കുന്നത്. സയോന്റെ അച്ഛന് പ്രസ് കോൺഫറൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ചുകൂടി നല്ല രീതിക്കുള്ള ഒരു ഇമേജ് ഒക്കെ വന്നിട്ടുണ്ട്. അവരും അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമായിരുന്നു റൂമിലേക്കൊക്കെ സയോണും കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഇപ്പോൾ തന്നെ കാര്യങ്ങൾ ആകെ വഷളാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതും കൊണ്ടെല്ലാം തന്നെ അവസാനിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾക്കും നല്ലത്. ഇതിനേക്കാളും കൂടുതലായിട്ട് ഒന്നും തന്നെ നിങ്ങൾ ചെയ്യുവാനായിട്ട് പാടില്ല എന്നൊക്കെ സയോൺ പറഞ്ഞിട്ട് പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ചെയർമാന്റെ ചെറുമകൻ, എന്റെ മകൻ സയോൺ, ഈ ഒരു പേരും ഈ ഒരു പദവിയും എല്ലാം തന്നെ നിനക്ക് നൽകിയത് ഞങ്ങളാണെന്നുള്ള കാര്യം നീ ഒരിക്കലും മറക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ അച്ഛൻ പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കുമാണ് അവനും കുട്ടിക്കാലത്ത് നടന്ന ചില സംഭവങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് അവൻ ഇഷ്ടപ്പെട്ട ഒരു ഫുഡൊക്കെ എടുക്കുമ്പോഴത്തേക്കും ആ ഫുഡ് എന്റെ മകൻ കഴിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് മകൻ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ അമ്മ എടുത്ത് കൊടുക്കുന്നതും, അവൻ ഇഷ്ടപ്പെട്ട രീതിക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കുമ്പോഴത്തേക്കും എന്റെ മകൻ അതുപോലത്തെ ഡ്രസ്സൊന്നും ഇടാറില്ല എന്ന് പറഞ്ഞ് അമ്മ മറ്റു ഡ്രസ്സുകൾ കൊടുക്കുന്നതും, അവൻ വായിക്കുവാനായിട്ട് ബുക്കൊക്കെ എടുത്തു വെച്ച സമയത്ത് പോലും അമ്മ വന്നിട്ട് എന്റെ മകൻ വായിക്കാറുള്ളത് ഇതുപോലത്തെ ബുക്കുകളാണെന്ന് പറഞ്ഞിട്ട് മറ്റു ചില ബുക്കുകളൊക്കെ കൊടുക്കുന്നതും, എന്തിനേറെ പറയുന്നു ഒട്ടും തന്നെ സ്വാതന്ത്ര്യമില്ലാതെ മറ്റൊരാളുടെ പേരിലൊക്കെ അറിയപ്പെടുക പോലും ചെയ്തിട്ടുണ്ടായിരുന്ന അവനും ആകെ വിഷമിച്ചൊക്കെയായിരുന്നു അന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പേരും ഈ പദവികളും ഒക്കെ എനിക്ക് നൽകണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? ഇല്ലല്ലോ. ഇതെല്ലാം തന്നെ ഉപേക്ഷിച്ചു പോയാലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാനും. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെയാണ് സയോണും പറയുവാനായിട്ടുണ്ടായിരുന്നത്. അതൊക്കെ പോട്ടെ, നിന്റെ ഓഫീസിലെ ഏതൊരു സ്റ്റാഫിന് അപകടം പറ്റിയെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. അതാരാണ്? എന്തായാലും നമ്മുടെ ഫാമിലിക്കൊന്നും അല്ലല്ലോ എന്ന രീതിക്കൊക്കെ അച്ഛൻ സംസാരിക്കുമ്പോഴത്തേക്കും അതും നമ്മുടെ ഫാമിലി ആണെന്നുള്ള രീതിക്കൊക്കെ ആയിരുന്നു സയോണും മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഹീജുവിനായിരുന്നു അപകടം പറ്റിയിട്ടുണ്ടായിരുന്നതെന്ന സത്യം എല്ലാം തന്നെ അച്ഛനും മനസ്സിലാക്കിയിരിക്കുകയാണ്. പക്ഷെ അച്ഛൻ അതിൽ വലിയ വിഷമമൊന്നും തന്നെ തോന്നുന്നില്ല. അച്ഛനും പ്രസിഡന്റിന്റെ ഓഫീസിൽ ജോലി ചെയ്യുവാനായിട്ടായിരുന്നല്ലോ താല്പര്യം. അങ്ങനെയിരിക്കെ അച്ഛനേക്കാളും മുമ്പ് ഹീജു അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നതിൽ അച്ഛന് വിഷമം തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് സയോണും പോകുന്നു. അച്ഛനും പ്രസ് മീറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ ആർട്ടിക്കിളൊക്കെ വായിച്ച് നടന്നു വരികയായിരുന്നു യൂറിയും. അങ്ങനെയിരിക്കെയാണ് സാങ്കുവിനെ വഴിയിൽ വെച്ച് അവൾ കാണുന്നത്. പ്രസിഡന്റിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആർക്കോ ഒരാൾക്ക് അപകടം പറ്റിയെന്ന് മാത്രമേ അവർക്ക് എല്ലാവർക്കും അറിയുകയുള്ളൂ. സോ ആർക്കായിരുന്നു അപകടം പറ്റിയതെന്ന കാര്യം വല്ലോ നീ അറിഞ്ഞോ എന്നൊക്കെ സാങ്വു യൂറിയുടെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ യൂറിക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും തന്നെ അറിയുമായിരുന്നില്ല. മാത്രമല്ല ഹീജുവിനോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ യൂറി ചോദിക്കുമ്പോഴത്തേക്കും ഹീജുവിന് അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഹീജു ഒരു റിപ്ലൈ നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിശദാംശം അവനും അറിയുകയില്ല എന്നൊക്കെ അവനും യൂറിനെ അറിയിക്കുന്നു. യൂറിയും ഫോണൊക്കെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ഡോറും അവൾക്കിട്ട് ചെന്ന് ഇടിക്കുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. പക്ഷെ സാങ്വു ആയിരുന്നു അവളെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി സാങ്വുവും യൂറിയും കൂടി ചേർന്നിട്ട് അന്വേഷിക്കുന്ന ഒരു കേസൊക്കെ ഉണ്ടല്ലോ. ആ ഒരു കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ കണ്ടെത്തി അതിനെക്കുറിച്ച് പറയുകയാണ്. നേരത്തെ അവർ പോയ ഒരു വീടൊക്കെ ഉണ്ടല്ലോ, ആ ഒരു വീടും സ്ഥലവും എല്ലാം തന്നെ ജിൻസോക്ക് എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ പേരിലേക്കാണ് കിടക്കുന്നത്. പക്ഷെ അതിൽ കൊടുത്തിട്ടുള്ള അയാളുടെ അഡ്രസ്സിലൊക്കെ ചെന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഒരു വ്യക്തിനെ കണ്ടെത്തുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അയാളും വലിയൊരു തുകയൊക്കെ ടാക്സ് അടയ്ക്കുവാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റും അയാളെ അന്വേഷിച്ച് നടക്കുകയാണ്. അയാളെ അന്വേഷിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടെത്തിയിട്ട് നമ്മൾ ഇതുപോലൊരു പ്രോഗ്രാം ഒക്കെ നടത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അവരും നമ്മുടെ അടുത്ത് അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കുമെന്നൊക്കെ യൂറിയും അറിയിക്കുന്നു. ഹീജുവിനെ മലയുടെ മുകളിൽ നിന്നും തള്ളിയിട്ടിട്ടുണ്ടായിരുന്നത് കിഡ്നാപ്പർ ആയിരിക്കുമോ എന്നൊക്കെ അവളും സംശയിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് സയോണിന്റെ ഒരു മെസ്സേജ് ഒക്കെ അവളും കാണുന്നത്. സയോണും അവളെ കാണുവാനായിട്ട് എത്തുകയാണ്, എന്തെങ്കിലും മേടിക്കണോ എന്നൊക്കെ ആയിരുന്നു അവൻ അയച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നതും. എന്നാൽ പിന്നെ ടബോക്ക് മേടിച്ചുകൊണ്ട് വരുവാനായിട്ട് അവൾ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും സ്പൈസി ആയിട്ടുള്ള ഒന്നും തന്നെ കഴിക്കണ്ട എന്ന് അവനും പറയുന്നു. എന്നാൽ പിന്നെ ഫ്രൈഡ് ചിക്കൻ ഒക്കെ മേടിച്ചുകൊണ്ട് വരുവാനായിട്ട് അവൾ പറയുമ്പോഴത്തേക്കും കൊഴുപ്പുള്ള ഒന്നും തന്നെ കഴിക്കണ്ട എന്നായിരുന്നു അവന്റെ മറുപടി. എന്നാൽ അതൊക്കെ പോട്ടെ, മധുരമുള്ള എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരുവാനായിട്ട് അവൾ പറയുമ്പോഴത്തേക്കും അതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഷുഗർ കൂടുതലായിരിക്കുമെന്ന് പറഞ്ഞ് അവൻ അതും വേണ്ടെന്ന് വെക്കുന്നു. ഒന്നും മേടിച്ച് കൊടുക്കുവാനായിട്ട് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതുപോലെ ഓരോന്നൊക്കെ ചോദിക്കുന്നതെന്നൊക്കെ അവളും ഓർക്കുന്നു.
വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്ന സയോണും അവൾക്ക് ഇടുവാനായിട്ട് ഡ്രസ്സൊക്കെ ആയിട്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, മധുരമൊക്കെ കഴിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി ഫ്രൂട്ട്സും അവൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഫ്രൂട്ട്സ് ഒന്നും തന്നെ കഴുകിയതായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് തന്നെ അതൊക്കെ കഴുകിക്കുകയാണ് അവളും. അവനും വെറുതെ വന്നതല്ല, മറിച്ച് ഹോസ്പിറ്റലിൽ നിൽക്കുവാനായിട്ടാണ് എത്തിയതെന്നൊക്കെ മനസ്സിലാക്കുന്ന അവളാകട്ടെ അവൻ എവിടെയായിരിക്കും കിടക്കുക എന്നൊക്കെ ആലോചിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും അവനും അവളുടെ മുടിയൊക്കെ കഴിയിക്കുവാനായിട്ട് അവളെ കൊണ്ടുപോകുന്നു. സലൂണിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇതുപോലെയൊക്കെയാണോ ചെയ്തു തരിക, എന്തായാലും അതുപോലെയൊക്കെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനും ഓരോരോ കാര്യങ്ങളൊക്കെ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അവളുടെ മുടിയൊക്കെ ഡ്രൈ ചെയ്തതിനു ശേഷം മുടി ചീവി കൊടുക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നീ ഇപ്പോൾ എന്റെ അടുത്ത് ഇത്രയ്ക്ക് നന്നായിട്ടൊക്കെ പെരുമാറുന്നതെന്ന് അവളും അവന്റെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും തന്നെ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല, മറിച്ച് എല്ലാ ഹസ്ബൻഡും വൈഫിന് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാറില്ല എന്നൊരു മറുപടിയൊക്കെയാണ് അവനും കൊടുക്കുന്നത്. അവളുടെ കഴുത്തിലും പരിക്കിന്റെ പാടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അവനും ഇത്രയും കാലം നിന്നെ എനിക്ക് നന്നായിട്ട് നോക്കുവാനായിട്ട് സാധിച്ചില്ല, അതിലും എനിക്ക് കുറ്റബോധമുണ്ടെന്നൊക്കെ അവളെയും അറിയിക്കുന്നു. അവനും കുളിക്കുവാനായിട്ട് കയറുന്ന നിമിഷം മുതൽ അവളും അവനെക്കുറിച്ച് തന്നെയായിരുന്നു ആലോചിച്ചുകൊണ്ടൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും ഉറക്കം ഒന്നും തന്നെ വരുന്നില്ല. പിന്നീട് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന അവനും അവളുടെ തലക്കിലൊക്കെ കിടന്നിട്ടുണ്ടായിരുന്ന റിമോട്ടൊക്കെ എടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അത്രയും നേരം കണ്ണടച്ച് കിടന്നിട്ടുണ്ടായിരുന്ന അവളും കണ്ണൊക്കെ തുറന്നു നോക്കുകയാണ്. പിന്നീട് ഉറങ്ങിക്കോ എന്നൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം അവനും ബുക്കൊക്കെ വായിച്ചിരിക്കുന്നു. ഇനി സാങ്കുവും കുട്ടിയായിരിക്കുന്ന സമയത്ത് ബംഗ്ലാവിൽ പോയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോയിൽ ഒരു മോതിരമൊക്കെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ മോതിരത്തിലുണ്ടായിരുന്ന ഡ്രാഗന്റെ പടമൊക്കെ ഓർക്കുന്ന രീതിക്കൊക്കെ അവനെ വരച്ചിട്ട് ഇപ്പോൾ ലൈവിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഡ്രാഗന്റെ മോതിരത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അതെന്നെ കൂടി അറിയിക്കണമെന്നായിരുന്നു അവനും പറയുന്നത്. കുറെ നേരം കഴിയുമ്പോഴത്തേക്കും ഹീജോങ് കണ്ണൊക്കെ തുറന്നു നോക്കുകയാണ്. പക്ഷെ തൊട്ടടുത്ത് അത്രയും നേരം ഉണ്ടായിരുന്ന സയോണെ അവൾ കാണുന്നില്ല. അങ്ങനെയിരിക്കെ അവളെ സയോണെ കോൾ ചെയ്യുമ്പോഴത്തേക്കുമാണ് നീ ഉറങ്ങിക്കോ, ഞാനും ഒരു കോളിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ അവനും റിപ്ലൈ കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കെ സംശയം തോന്നിയിട്ടുണ്ടായിരുന്ന അവളും സമയമൊക്കെ നോക്കുമ്പോഴത്തേക്കും അതിൽ കൃത്യം 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീജും സയോണെ കോൾ ചെയ്യുമ്പോഴത്തേക്കും സയോണും ഫോണൊക്കെ എടുത്തിട്ട് 406 സംസാരിക്കുന്നു. ഞാൻ നിന്റെ കോളിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും നിന്റെ അടുത്ത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നീ വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഹീജുനെ കണ്ടെത്തുവാനായിട്ട് നീയല്ലേ എന്നെ സഹായിച്ചത്. പിന്നെ എനിക്കും നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. നിനക്കും 20ന്റെയും 30ന്റെയും ഇടയിലാണ് പ്രായം. പിന്നെ നീയും ഒരു സ്ത്രീയാണ്. സത്യം പറ, നീ സുന്ദരിയാണോ എന്നൊക്കെ അവനും ചോദിക്കുകയാണ്. നിന്നെ ഒരാൾ ഭീഷണിപ്പെടുത്തുമ്പോഴത്തേക്കും ആ ഭീഷണിപ്പെടുത്തുന്ന വ്യക്തി സുന്ദരിയാണോ അല്ലയോ എന്നറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യുവാനാണെന്നൊക്കെ അവളും ചോദിക്കുന്നു. എന്തായാലും നിന്റെ അടുത്ത് ഇതുപോലെ ഫോണിലൊക്കെ സംസാരിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു കാര്യമാണെന്നൊക്കെ അവൻ പറഞ്ഞ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഹീജുവും മരിക്കുന്നതിന്റെ തൊട്ട് വക്കിൽ നിന്നുമാണ് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുള്ളത്. അപ്പോൾ നീ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുക എന്നൊക്കെ അവളും ചോദിക്കുന്നു. അതേസമയം നീ ഇപ്പോൾ എന്ത് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്? എനിക്ക് എന്തായാലും നിന്നെ നേരിട്ട് കാണുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ. സോ നീ ഡ്രസ്സൊക്കെ പറയുകയാണെങ്കിൽ ഞാനും നിന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാമെന്നൊക്കെ അവനും പറയുന്നു. അത് കേൾക്കുമ്പോൾ അവൾ ആകെ ഞെട്ടിപ്പോവുകയാണ്. നിങ്ങൾ എന്തൊക്കെയായി സംസാരിക്കുന്നേ? നിങ്ങൾ എന്റെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യുവാനായിട്ടാണോ നോക്കുന്നത്? എന്തായാലും നിങ്ങളെ വിവാഹം കഴിഞ്ഞൊരു വ്യക്തിയാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവളും അതിനെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ ഹീജു ഉറങ്ങിക്കാണും. അതുകൊണ്ട് തന്നെ നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. പിന്നെ നമുക്കും ഇതുപോലെ ഫോണിലൊക്കെ കൂടുതലായിട്ട് സംസാരിച്ചിട്ട് കൂടുതലായിട്ട് അറിയാം. ഇപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ കൂടിക്കോ, നമുക്ക് ഒന്നിച്ച് ആ ഒരു കുറ്റവാളിയെ കണ്ടെത്താം. ഹീജുവിനെ അവൻ മലയുടെ മുകളിൽ നിന്നും താഴേക്കൊക്കെ തള്ളിയിട്ട സമയത്ത് തന്നെ അവൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് അലഞ്ഞു നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാനും ഒരു തീരുമാനമെടുത്തു. ഹീജു എന്താണോ അനുഭവിച്ചത് അതിന്റെ 100 ഇരട്ടി ഞാനും അവനെ കൊണ്ട് അനുഭവിപ്പിക്കാമെന്നത്. അതുകൊണ്ട് തന്നെ നിനക്ക് അവനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ അതൊക്കെ എന്നോട് പറ. നമുക്കും അയാളെ കണ്ടെത്താമെന്നൊക്കെ അവനും പറയുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.